നമസ്തേ. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും പരിസരങ്ങളിലുമൊക്കെയായി ഉപ്പൻ എന്ന പക്ഷിയെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഉപ്പൻ എന്ന പക്ഷി കാണിച്ചു തരുന്ന ശകുനത്തിൻ്റെ അർത്ഥങ്ങളെപ്പറ്റിയും ഇവയെ കണ്ടാൽ ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റിയും ഒന്നും ആർക്കും തന്നെ വലിയ ധാരണയും ഇല്ല. ശകുനശാസ്ത്രപ്രകാരവും ഹൈന്ദവ ശാസ്ത്രപ്രകാരവുമൊക്കെ തന്നെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന പക്ഷിയാണ് ഉപ്പൻ എന്ന ഭാഗ്യപക്ഷി. ഈശ്വരൻ്റെ പക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഉപ്പൻ എന്ന പക്ഷിക്ക് ഈശ്വരൻ കാക്ക എന്ന പേര് വന്നിരിക്കുന്നതും ഇതിൻ്റെ മാഹാത്മ്യം കൊണ്ടുതന്നെയാണ്. നമ്മുടെ വീടുകളിൽ ഉപ്പനെ കാണുന്ന ദിക്കിന് അനുസരിച്ചും അവ കരയുന്ന ശബ്ദം കേൾക്കുന്ന ദിക്കിനനുസരിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങൾക്ക് മാറ്റവുമുണ്ട്. അപ്പോൾ ഉപ്പൻ എന്ന ഭാഗ്യപക്ഷി നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സബലീകരിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഉപ്പൻ എന്ന പക്ഷിക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് നിലനിൽക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും ഉപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും പല നാടുകളിലും ചകോരം, ഈശ്വരൻ കാക്ക, ചെമ്പോത്ത് എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. മറ്റെന്തെങ്കിലും പേരുകളിലാണ് നിങ്ങളുടെ നാട്ടിൽ ഈ പക്ഷി അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി ഉപ്പൻ എന്ന പക്ഷി മറ്റുള്ള എല്ലാ പക്ഷികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഉപ്പൻ എന്ന പക്ഷി ഒരു ജീവിതകാലം മുഴുവനായി ഒരേ ഒരു ഇണയെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇണ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ഇണയെ തേടി ഇവ പോകാറില്ല. ഇത് ഈ പക്ഷികളെപ്പറ്റി പറയുമ്പോൾ തീർത്തും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ഉപ്പൻ എന്ന പക്ഷി നമ്മുടെ ഭവനങ്ങളിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും സമ്പത്തിനെയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പക്ഷിയാണ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണത്തെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായി ഇറങ്ങി പുറപ്പെട്ട കുചേലൻ ശകുനമായി കണ്ടത് ഉപ്പൻ എന്ന ഈ ഭാഗ്യപക്ഷിയെ ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, അതിനു മുൻപ് ഉണ്ടായിരുന്ന കുചേലൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതും അതിനുശേഷം കുചേലൻ്റെ ജീവിതം എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്നുള്ളതും. പരമദരിദ്രനായിരുന്ന കുചേലൻ ഉപ്പനെ ശകുനം കണ്ടിട്ട് ഭഗവാനെ ദർശിച്ചതിനു ശേഷം സ്വർഗതുല്യമായ ജീവിതത്തിലേക്കാണ് കടന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഉപ്പൻ എന്ന ഈ പക്ഷി വന്നിട്ടുണ്ടെങ്കിലും അത് മഹാഭാഗ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകന്ന് നിങ്ങളിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഒക്കെ വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പക്ഷി വീടുകളിൽ വരുന്നത് കൊണ്ട് കാണിക്കുന്ന സൂചന. നമ്മുടെ വീടിൻ്റെ ചുറ്റും പറമ്പുകളിലും പരിസരത്തും ഒക്കെയായി ചെറുപ്രാണികളെയൊക്കെ ആഹാരമാക്കാനാണ് ഇവ നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്നത്. എന്നാൽ പല ആളുകളും പറയാറുണ്ട്, ഈ പക്ഷി വീടുകളിൽ വരുമ്പോൾ അവയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് നേട്ടങ്ങളെയും ഐശ്വര്യങ്ങളെയും തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ശകുനശാസ്ത്രമനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതല്ലാതെ ഏതെങ്കിലും മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ ഉപ്പൻ എന്ന ഈ ഭാഗ്യപക്ഷിയെ ശകുനമായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിൻ്റെ സഫലീകരണവും കാര്യവിജയവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എൻ്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ
ചില ആളുകൾ പറയാറുണ്ട്, ഉപ്പൻ നാളുകളായി വീടുകളിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ഗുണഫലങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉപ്പനെ ഓരോ ദിശയിലും കണ്ടു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറഞ്ഞു തരുവാൻ പോകുന്നത്. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത്, ഉപ്പനെ നിങ്ങൾ കിഴക്ക് ദിശയിൽ കാണുകയാണെങ്കിലോ അവയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ വീടിനെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ അത്യന്തം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഇപ്രകാരം ഉപ്പൻ കിഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി വരുന്നത്. ഇനി രണ്ടാമതായിട്ട്, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ദിശയിൽ നിന്നാണ് ഉപ്പനെ കാണുന്നതും അതല്ല എന്നുണ്ടെങ്കിൽ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് തെക്ക് ഭാഗത്ത് നിന്നാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉടനെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വരും എന്നുള്ളതാണ്. അതായത് ബന്ധുക്കളുടെ ആഗമനം ഉടനെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ബന്ധുക്കൾ വന്നു പോകും എന്ന് മാത്രമല്ല, ആ ബന്ധുക്കൾ വന്നു പോയതിനു ശേഷം നിങ്ങളുടെ ഭവനങ്ങളിൽ ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ മനസ്സിനെ അത്രയധികം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും ഒക്കെ സംഭവിക്കും എന്നുള്ളതും അച്ചിട്ടാണ്. ഇത് പല ആളുകൾക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇനി മൂന്നാമതായിട്ട്, ഉപ്പനെ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറു ദിക്കിൽ ആണ് നിങ്ങൾ കാണുകയും അവയുടെ ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഏറ്റവും മംഗളകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ അതിനുശേഷം ചെയ്യുന്നത്, ആ ഒരു കാര്യം വിജയത്തിലേക്ക് ആയിരിക്കും എത്തുന്നത്. അത് ഏതൊരു കാര്യവും ആയിക്കോട്ടെ. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ ഉപ്പൻ ഇപ്രകാരം പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് കരഞ്ഞതിനു ശേഷം, അല്ല എന്നുണ്ടെങ്കിൽ അവയെ കണ്ടതിനു ശേഷം ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് വിജയത്തിലേ കലാശിക്കുകയുള്ളൂ. അതല്ല, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവാഹം നടക്കുന്ന ദമ്പതികൾക്ക് എല്ലാ മംഗളകരമായ ഫലങ്ങളുമാണ് പടിഞ്ഞാറു ദിക്കിൽ നിന്ന് ഉപ്പൻ എന്ന പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീടുകളിലേക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട്, ഉപ്പൻ എന്ന പക്ഷിയെ നിങ്ങളുടെ ഭവനങ്ങളിൽ കാണുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് വടക്കു ദിക്കാണ്. വടക്കു ദിശയിലുള്ള ഒരു മരത്തിൽ വന്ന ഉപ്പൻ എന്ന പക്ഷി ഇരിക്കുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്കുദിക്കിലുള്ള തൊടിയിലായി ഉപ്പൻ എന്ന പക്ഷി എന്തെങ്കിലും കൊത്തിപ്പെറുക്കി നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടാലും മതി. ഇപ്രകാരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കുവാനുള്ള ഭാഗ്യവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില ഉന്നമനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വരുവാൻ പോകുന്നു എന്നുള്ളതുമാണ് അർത്ഥമാക്കുന്നത്. ഇനി ഈ ഫലങ്ങൾ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾ ഉപ്പനെ കാണുമ്പോൾ ചെയ്യേണ്ട ഒരു കർമ്മത്തെ പറ്റിയാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഏതു ദിക്കിൽ നിന്നാണോ ഉപ്പനെ കാണുന്നത് ആ കാണുന്ന സെക്കൻഡിൽ തന്നെ നിങ്ങൾ കൈകൂപ്പി പിടിച്ച് ഓം നമോ ഭഗവതേ നാരായണ എന്ന മന്ത്രം 3 പ്രാവശ്യം ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിനായി നിങ്ങൾ ഒരു തരത്തിലുള്ള ചിട്ടവട്ടങ്ങളും നോക്കേണ്ടതില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ ഭക്തിയോടെ കൈകൂപ്പി ഈ മന്ത്രം 3 പ്രാവശ്യം ജപിക്കുക. ഇത്രമാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗ്യപക്ഷിയെ കണ്ടതിൻ്റെ എല്ലാ ശുഭകരമായ ഫലങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക്, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കും
ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.